Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about higher order derivatives and Leibniz theorem and its problems. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ തിയറത്തെ പറ്റിയാണ്. ലെബനിസ് തിയറത്തിന് ശേഷം നമ്മളിന്ന് പുതുതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വേറൊരു തിയറമാണ്. ദാറ്റ് ഈസ് റോൾസ് തിയറം. നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളൊരു തിയറമാണിത്. റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം അഥവാ ലെഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രഷപ്പ് മാത്രമാണ് ഇവിടെ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് മൂവ് ഓൺ ടു ദ റോൾസ് തിയറം. റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിനോടനുബന്ധിച്ചുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ ഈ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വാട്ട് ഇസ് റോൾസ് തിയറം? റോൾസ് തിയറം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? The statement of Rolle's theorem is that if a function f എന്ന് പറയുന്ന function, if it is continuous on closed interval ab, differentiable on open interval ab, and f of a is equal to f of b, then there exists at least one value c, element of open interval ab, such that f dash of c is equal to 0. എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഈ പറയുന്ന 3 കണ്ടീഷൻസും ഒബേ ചെയ്യുകയാണെന്നിരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ഒരു എ ബി എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ എക്സിൻ്റെ വാല്യൂസ് എ മുതൽ ബി വരെ വേരി ചെയ്യുമ്പോൾ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓവർ ദെയർ. And it is differentiable on open interval AB. Now open interval AB, ഓപ്പൺ ഇന്റർവെൽ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, and also f of a is equal to f of b, n പോയിന്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ then we can say that there exists at least one value c element of open interval ab. ആ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഒരു പോയിന്റ് c എന്ന് പറയുന്ന പോയിന്റ് കാണും such that ആ സിയിൽ ഈ എഫിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സി, അതായത് എഫ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഏതാണ് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അവിടെ നമ്മൾ എക്സിന് പകരം സി എന്ന് പറയുന്ന നമ്പറാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് വാല്യൂ വിൽ റെഡ്യൂസസ് ടു 0. അതാണ് എന്തെന്ന് പറയുന്നത് തിയറിറ്റിക്കലായിട്ട് റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓവർ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഡിഫറൻഷ്യൽ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി, ആൻഡ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, then there exists a point c element of open interval ab such that f dash of c is equal to 0. സോ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക. ഇനി ഇതാണ് എൻ്റെ തിയറിറ്റിക്കൽ വേർഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോമെട്രിക്കൽ വേർഷൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്നിരിക്കട്ടെ. ഈ തന്നിരിക്കുന്ന ഈ കർവ് എന്ന് പറയുന്നത് നമ്മളുടെ എഫ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സോ കോസ് എക്സോ എക്സോ എക്സ് സ്ക്വയർ ഏതോ ഒരു ഫംഗ്ഷനാണ് നമ്മളുടെ എഫ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കർവ് എന്നിരിക്കട്ടെ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഫംഗ്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന എക്സ് ആക്സിൽ 2 പോയിന്റ്സ് ആണ് എയും ബിയും. അപ്പോൾ ഈ എയും ബിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ആ റീജിയനിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് മീൻസ് ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ബ്രേക്ക് ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ഒരു കേർവായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ നമ്മൾ നോക്കുമ്പോൾ ഈ എ ബി എന്ന് പറയുന്ന എക്സിൻ്റെ വാല്യൂസ് എ മുതൽ ബി വരെ വേരി ചെയ്യുമ്പോഴും ഈ ഫംഗ്ഷനായി എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫിന് എന്തില്ല? ബ്രേക്കേജ് ഒന്നും ഇല്ല. therefore that function is continuous on closed interval ab എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഈ ഫംഗ്ഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഷുഡ് ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ ab. ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അതായത് ഈ ഫംഗ്ഷൻ എ മുതൽ ബി വരെയുള്ള എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കണം? ടാൻജന്റ് ലൈൻസ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ എല്ലാ പോയിന്റ്സിലും ഇവിടെ എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ഉണ്ട്. ഈ പോയിന്റ്സ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ടാൻജന്റ് ലൈൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കാം. ഈ പോയിന്റ് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കാം. അങ്ങനെ ഏതൊരു പോയിന്റ് ഈ ഗ്രാഫിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ കൺസ്ട്രക്ട് ടാൻജന്റ് ലൈൻസ് ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. ആൻഡ് ഓൾസോ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ, അതായത് എക്ക് നേരെ ഈ ഗ്രാഫിനകത്തെ പോയിന്റ് എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റ് നമ്മൾ എന്ന് വിളിക്കുന്നത്? എഫ് ഓഫ് എ എന്ന് വിളിക്കുന്നത്.
അതുപോലെ തന്നെ ബിയുടെ നേരെയുള്ള ഗ്രാഫിലെ പോയിന്റ് ആണ് എന്ത്? എഫ് ഓഫ് ബി. ഈ എഫ് ഓഫ് എയുടെ വാല്യൂവും എഫ് ഓഫ് ബിയുടെ വാല്യൂവും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരേ പോയിന്റിൽ തന്നെ രീതിയിലാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ. Therefore എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബിയും ആണ്. സോ ഞാൻ വരച്ചിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്താണ്? ആ ഫംഗ്ഷൻ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ അത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ്. കൂടാതെ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ നമ്മൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിക്കകത്ത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ഉൾപ്പെടും. അതിനെ കൂടെ ചേർത്താണ് നമ്മൾ ആ ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും കൂടാതെ അതിനിടയ്ക്കുള്ള എല്ലാ പോയിന്റ്സ്. ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലും എന്ത് വരും? ആ n പോയിന്റ്സ് ഇല്ല, അതിനിടയ്ക്കുള്ള പോയിന്റ്സിനെ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ? കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണ്, ആൻഡ് ഓൾസോ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. അങ്ങനെയെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. അങ്ങനെയെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിൽ എവിടെയോ ഒരു പോയിന്റ് സി എക്സിസ്റ്റ് ചെയ്യാം, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അതായത് ആ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷനായി എഫിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിട്ട് പോകുന്നു? 0 ആയിട്ട് പോകുന്നു. ഒരു ഡെറിവേറ്റീവ് 0 ആയി പോകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ പോയിന്റിലെ ടാൻജന്റ് ലൈൻ ആരുമായിട്ട് പാരലലായിരിക്കും? എക്സ് ആക്സിസുമായിട്ട് പാരലലായിരിക്കും. ഏതൊരു പോയിന്റിലാണോ ഏതൊരു പോയിന്റിലാണോ ഡെറിവേറ്റീവ് 0 ആയിട്ട് വരുന്നത്, ആ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഫ് ഡാഷ് ഓഫ് 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. അഥവാ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പാരലൽ ടു ദ എക്സ് ആക്സിസ്. സോ ഇവിടെ ഈ എക്സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫിഗറിനെ സംബന്ധിച്ച് എയും ബിയും രണ്ട് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സിന്റെ ഇടയ്ക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്, ആൻഡ് ഓൾസോ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി. ദെൻ വി ക്യാൻ സേ ദാറ്റ് there exists a point C in between A and B, that is C element of open interval AB, such that ആ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഗ്രാഫിലെ ആ പോയിന്റ് ഉണ്ടല്ലോ, സി എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. ഇതിനെ നേരെ ഞാൻ ഗ്രാഫിനകത്തെ പോയിന്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജന്റ് ലൈൻ അത് ആർക്ക് പാരലലായിരിക്കും? എക്സ് ആക്സിസിന് പാരലലായിരിക്കും. അഥവാ ഐ ക്യാൻ സേ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിയറമാണിത്. ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച് ഈ ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ആൻഡ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, then there exists a point C element of open interval AB such that f dash of C is equal to 0. ആ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയുടെ ഇടയ്ക്ക് എവിടെയോ ഒരു പോയിന്റ് സി ഉണ്ട്. ആ സിയിലൂടെ ആ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റിലൂടെ ഞാനൊരു ടാൻജന്റ് ലൈൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാൻജന്റ് ലൈൻ എപ്പോഴും എക്സ് ആക്സിസിന് പാരലലായിരിക്കും, വിച്ച് മീൻസ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. സോ ദാറ്റ്സ് അബൌട്ട് ദ റോൾസ് തിയറം. റോൾസ് തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ആൻഡ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി, then there exists a point C element of open interval a b such that f dash of c is equal to 0. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റോൾസ് തിയറം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ പ്രൂഫ് ഇതുവരെ കണ്ടിട്ടില്ല. അതിന് പകരം അതിന് പ്രോബ്ലംസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു എ പ്രോബ്ലം. Examine whether Rolle's theorem can be applied for the function f of x is equal to tan x in the interval 0 pi, closed interval 0 pi. എന്താ പറഞ്ഞിരിക്കുന്നത്? Examine whether Rolle's theorem can be applied ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനായ f of x is equal to tan x
ഇൻ ദ ഇന്റർവെൽ 0 പൈ. 0 പൈ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു ടാൻ എക്സിനകത്ത് നമുക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോൾസ് തിയറം എന്താണെന്ന് നമുക്കറിയാം. ആ റോൾസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആദ്യം തന്നെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ തിയറത്തിന്റെ റിസൾട്ട് ട്രൂ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ തിയറത്തിന്റെ റിസൾട്ട് ട്രൂ ആകണമെങ്കിൽ അഥവാ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം, റോൾസ് തിയറം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദീസ് 3 കണ്ടീഷൻസ്. അതായത് നമുക്ക് ഒരു ഫംഗ്ഷനായി എഫ്, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനായ എഫ്, നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ, റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് അറിയണമെന്നുള്ള എന്ത് ചെയ്താൽ മതി? ആ തന്നിട്ടുള്ള ഫംഗ്ഷൻ നമ്മളുടെ ഇന്റർവെല്ലിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. സോ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്. ലെറ്റ്സ് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ്. ഇവിടെ നമ്മുടെ ഇന്റർവെൽ ഏതാണ്? എ ഇസ് ഈക്വൽ ടു 0. ഈ എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിനകത്ത് എ എന്താണ്? 0 ആണ്. ആൻഡ് ഓൾസോ ബി ഇസ് ഈക്വൽ ടു പൈ, അല്ലേ? ഇനി റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ 0 പൈ ആണ്, ക്ലോസ് ഇന്റർവൽ 0 പൈ ആണ് നോക്കണം. ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഏതാണ്? ടാൻ എക്സ് ആണ്. ടാൻ എക്സിനെ സംബന്ധിച്ച് ടാൻ എക്സ് എന്ന് പറയുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഏതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും എല്ലാ ഇന്റർവെല്ലുകളിലും കണ്ടിന്യൂസ് ഇരിക്കും, ഡിഫറൻഷ്യബിളും ആയിരിക്കും. അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളുടെ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്താലും സൈൻ എക്സോ കോസ് എക്സോ ടാൻ എക്സോ കോട്ട് എക്സോ കൊസീക് എക്സോ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളാണോ അവയുടെ പ്രത്യേകതയാണ് ദേ വിൽ ബി ഓൾവേസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ എനി ഇന്റർവെൽ. ഏതൊരു ഇന്റർവെല്ലിലും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എപ്പോഴും ഒരേ സമയം തന്നെ കണ്ടിന്യൂസും ആയിരിക്കും, ഡിഫറൻഷ്യബിളും ആയിരിക്കും. സോ നമുക്ക് പറയാം ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനായ ടാൻ എക്സ് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആസ് വെൽ ആസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. എവിടെയും എന്തായിരിക്കും? കണ്ടിന്യൂസും ആയിരിക്കും, ഡിഫറൻഷ്യബിളും ആയിരിക്കും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദി ഫംഗ്ഷൻ ടാൻ എക്സ് ഇസ് കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവെൽ 0 പൈ. അപ്പോൾ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് തന്നെ 0 പൈ എന്ന് പറയുന്ന ഇന്റർവെല്ലിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിളും ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് 2 കണ്ടീഷൻസ് അങ്ങനെ തന്നെ സാറ്റിസ്ഫൈഡ് ആയി, അല്ലേ? therefore നമുക്ക് പറയാം സിൻസ് tan x is a trigonometric function tan x ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് അതായത് ടാൻ എക്സ് എന്ന് പറയുന്നത് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ. ഓൾസോ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ 0 പൈ. ക്ലോസ്ഡ് ഇന്റർവെൽ ആണോ ഓപ്പൺ ഇന്റർവെൽ ആണെന്നൊന്നുമില്ല, എല്ലായിടത്തും എന്ത് തന്നെയാണ്? കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ. എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ടാൻ എക്സ് തന്നെ കൊടുക്കാം. നമ്മുടെ ഫംഗ്ഷൻ അതാണല്ലോ. therefore tan x is continuous on closed interval 0 pi and tan x is differentiable on closed interval 0 pi. ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണോ നോക്കേണ്ടത്. ഇവിടെ എ എന്താണ്? 0 ആണ്, ബി എന്താണ്? പൈ ആണ്. therefore f of a means f of 0 that is tan 0. tan 0 എന്ന് തന്നെയാണ് 0 ആണ്. Also f of b or f of pi is tan pi. tan pi എന്ത് തന്നെയാണ്? 0 ആണ്. therefore which implies f of a is equal to f of b. അതായത് ആ ഫംഗ്ഷനെ സംബന്ധിച്ച് അവിടെ നമ്മളുടെ എൻ പോയിന്റ്സ് ആയ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സ് ആയ 0 ആൻഡ് പൈയിൽ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 കണ്ടീഷൻസും അത് എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ടാൻ എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, ഓൾസോ ടാൻ എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി, ആൻഡ്
f of a tan 0 and tan pi are equal. Hence we can say that there exists a point C in the open interval 0 pi. There exists a point or there exists a value C in open interval 0 pi such that the first derivative of tan x derivative is sec square x. Sec square C is equal to 0. So, that's why we examine whether Rolle's theorem can be applied for the function f of x is equal to tan x in the interval. So, here all the conditions of Rolle's theorem are satisfied and hence we can apply Rolle's theorem for the function f of x is equal to tan x in the interval 0 pi എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇത്ര എഴുതിയതിന് ശേഷം എന്തും കൂടെ എഴുതുക. Therefore all the conditions of Rolle's theorem are satisfied and hence we can apply Rolle's theorem for the function f of x is equal to tan x and in the interval 0 pi. അങ്ങനെ എഴുതിയതിനു ശേഷം നമുക്ക് എംബിഎ ക്വസ്റ്റ്യൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എന്താണ് റോൾസ് തിയറം നമ്മൾ പഠിച്ചു. റോൾസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. കണക്ക് തന്നെ അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. കൂടെ ജോമെട്രിക് ഇൻ്റർപ്രിട്ടേഷനും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി നമുക്ക് MBA സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ നമുക്ക് മനസ്സിൽ നിൽക്കുക എന്താണ് ആ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തത്. കൂടെ നമ്മൾ എന്ത് ചെയ്തു, ആ റോൾസ് തിയറം അനുസരിച്ച് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനായിട്ട് ചുറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ 3 പ്രാവശ്യം എനിക്ക് എഴുതി ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. So that's all for today's session. Thank you.